ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ കറി ഉണ്ടല്ലോ, ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്കും പുറം രാജ്യങ്ങളിൽ പഠിക്കാനും ജോലിക്കൊക്കെ പോയി നിൽക്കുന്നവർക്കും ഏറ്റവും ഉപകാരമുള്ള ഒരു കറിയാണേ. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് മാത്രം വെച്ചുകൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു വെജിറ്റബിൾ കറിയാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായതുകൊണ്ട് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന നെയ്യാണേ. അതും നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് കടുകും ഗ്രാമ്പൂവും കറുകപ്പട്ടയൊക്കെ ഇട്ട് പിന്നീട് നമ്മുടെ സവാള കുഞ്ഞായി അരിഞ്ഞതും കൂടി ഇട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് ഇതേപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്കൊരു ഇമ്മിണി കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇടുക. പിന്നീട് നമ്മുടെ ഫ്രോസൺ വെജിറ്റബിൾ ആണേ വാങ്ങിയത്. അതിൻ്റെ അകത്ത് ഗ്രീൻ പീസ്, പയറ്, ക്യാരറ്റ്, മഷ്റൂംസ് എല്ലാം ഉണ്ട്. അതും കൂടി ഇട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കുറച്ച് ചൂടുവെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് അടച്ച് വെക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് വേവട്ടെന്നേ. നന്നായി നമ്മുടെ കറി അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ പിന്നീട് എന്താ ഇത് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തു. ഇതേപോലെ ഇങ്ങനെ കുറച്ചെടുത്ത് ചതച്ചെടുക്കുമ്പം കറി നല്ല കുറുകുറാ കിട്ടുന്നേ. അതിലേക്കൊരു ഇമ്മിണി വെള്ളവും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. നന്നായി ഇതേപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി ഉപ്പൊക്കെ ഒന്നും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം. നന്നായി ഒന്ന് തിളച്ചപ്പോഴത്തേക്കും വീണ്ടും അങ്ങോട്ട് തുറക്കുക, ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം കുറുകണോ അതിനനുസരിച്ച് നമുക്കിതിനെ തിളപ്പിച്ച് സെറ്റാക്കി എടുക്കാന്നേ. അതങ്ങോട്ട് റെഡിയാവുന്ന നേരം കൊണ്ട് നമുക്കിത് കഴിക്കാനുള്ള പൊറോട്ട അങ്ങോട്ട് തയ്യാറാക്കിയെടുക്കാം. ഇവിടുത്തെ പൊറോട്ടയുടെ കോലം ഇതുപോലെ കേട്ടാ. പൊറോട്ടയൊക്കെ തിന്നാൻ അതിയായ ആഗ്രഹം കാരണം ഫ്രോസൺ പൊറോട്ട വാങ്ങിയതാണേ. പക്ഷേ ഇതേപോലെ ചപ്പാത്തി പൊള്ളി വരുന്നവർക്ക് പൊള്ളി വരുന്നു. തറയിലിട്ട് അടിച്ച് പരത്താൻ നോക്കിയിട്ടും ഈ ഷേപ്പ് അങ്ങോട്ട് മാറുന്നില്ലെന്നേ. പിന്നെ സാരമില്ലെന്നേ, ഇതെല്ലാം നമുക്ക് കഴിക്കാൻ കിട്ടിയല്ലോ, അത് തന്നെ അൽഹംദുലില്ലാ. പണ്ട് ഷേപ്പ് മാറിപ്പോയതിന് വരെ നമ്മൾ പലതും കഴിക്കാതെ മാറ്റി വെച്ചൊരു കാലമുണ്ട്. പക്ഷേ ഇപ്പം ഷേപ്പ് എങ്ങനെ ആയാലും കുഴപ്പമില്ല, എന്ത് ടേസ്റ്റ് ആയാലും കുഴപ്പമില്ല, എന്തേലും ഒന്ന് കഴിക്കാൻ കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നേ. അപ്പോൾ പിന്നെ ഇതെങ്കിലും കഴിക്കാൻ കിട്ടിയ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയല്ലേ. ഈ നാട്ടുകാർ പൊറോട്ട എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം പൊറോട്ട ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു നാട്ടുകാരെ, കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ പൊറോട്ടയും കറിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ആ ഇഡലിക്കുട്ടത്തിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? ഇന്നലെ ഞാൻ വെച്ച കുറച്ച് നെയ്ച്ചോറും ഒരു ചിക്കൻ പീസും ആണേ. അത് ഞാൻ കളയണ്ടെന്ന് വെച്ച് ആവി കയറ്റാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതും അവിടെ നിന്ന് ചൂടാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് 2 പൊറോട്ട അങ്ങോട്ട് എടുക്കുക. കുറച്ച് കറി അങ്ങോട്ട് കോരി വെക്കുക. ഇനി അങ്ങോട്ട് കഴിക്കാം. പൊറോട്ടയും ബീഫും മാത്രം കഴിച്ചുകൊണ്ടിരുന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു എന്ന് ഞാൻ വല്ലാതെ ഓർത്തുപോയി. പിന്നെ ഒരു കാര്യം ഉണ്ടെന്നേ, ഒരു കാര്യം ഓർത്താൽ നമുക്ക് ഇതെങ്കിലും കഴിക്കാൻ കിട്ടുന്നില്ലേ? ഇതുപോലും കിട്ടാത്ത എത്ര പേരുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. നമ്മൾ ആവി കയറ്റ വെച്ച നമ്മുടെ നെയ്ച്ചോറും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടേ. അന്നേരം പിന്നെ ഞാൻ പോയി പൊറോട്ടയും നെയ്ച്ചോറും ഒക്കെ കഴിക്കട്ടെന്നേ. അപ്പോൾ നിങ്ങളും പോയി നിങ്ങളെ ഡിന്നർ ആസ്വദിക്കൂ. ലവ് യു ഓൾ. ബൈ ബൈ. അടിപൊളി വീഡിയോയുമായി നാളെ കാണാവേ.